ഹരിവും കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് നമ്മളെ പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവും പ്രപഞ്ചത്തിന്റെ ആകെ ഊർജ്ജമായ നാരായണനെ കുറിച്ച് അല്പം പഠിക്കാൻ പോവുകയാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്. അതൊരു പ്രത്യേക വ്യക്തിയല്ല, അതൊരു ശക്തിയും ഊർജവുമാണ്. ഭഗവാൻ നാരായണന് മൂന്നായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഇതെല്ലാം മനുഷ്യരാണ്, വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനെന്നും. ഇന്ന് നമ്മൾ വിഷ്ണുവും ശിവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഠിക്കാൻ പോവുകയാണ്. ലോകത്ത് വിഷ്ണു ഭക്തർ 31%, ശിവഭക്തർ 31%. ഇവർ രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടും നാരായണൻ തന്നെയാണ്. ഇവർ രണ്ടുപേരും പ്രപഞ്ചത്തിൽ നിലനിൽപ്പിന് ആവശ്യമാണ്. വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് വിഷ്ണു എന്ന് പറയുന്ന സൂര്യനാണ്, ശിവൻ ചന്ദ്രനാണ്. രണ്ടാമത്തെ വിഷ്ണു എന്ന് പറയുന്ന സാത്വിക രൂപിയാണ്, അത് ഉയർന്ന ദൈവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ശിവൻ എന്ന് പറയുന്ന താമസ രൂപി, താണ ദൈവിക മൂല്യങ്ങൾ, അത് ആസുരിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. മൂന്നാമത്തേത് വിഷ്ണു ഭക്ത ദേവന്മാരെന്ന് പറയുന്നു, ശിവഭക്തർ അസുരന്മാരെന്ന് പറയുന്നു. നാലാമത്തെ വിഷ്ണു പകലാണ്, ശിവൻ രാത്രിയാണ്. അഞ്ചാമത്തേത് വിഷ്ണു സൃഷ്ടി നടത്തുന്നു, ശിവൻ സംഹാരം നടത്തുന്നു. ആറാമത്തെ വിഷ്ണു ധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നു, ശിവൻ അധർമ്മത്തിനും കൂട്ടു നിൽക്കുന്നു. ഏഴാമത്തെ വിഷ്ണു പ്രേമരൂപിയാണ്, ശിവൻ കാമരൂപിയാണ്. എട്ടാമത്തെ വിഷ്ണു വിനയമാണെങ്കിൽ ശിവൻ അഹങ്കാരമാണ്. ഒൻപതാമത്തേത് വിഷ്ണു ശാന്തമാണ്, ശിവൻ ക്രോധമാണ്. പത്താമത്തെ വിഷ്ണു ഒരു പോസിറ്റീവ് ഊർജ്ജമാണെങ്കിൽ ശിവന് നെഗറ്റീവ് ഊർജ്ജമാണ്. 11ാമത്തെ വിഷ്ണു ജ്ഞാനമാകുന്നു, ശിവൻ അജ്ഞാനമാകുന്നു. 12ാമത്തെ ജനനം വിഷ്ണുവിൽ കൂടി, മരണം ശിവനിൽ കൂടി. 13ാമത്തെ വിഷ്ണുവിൽ കൂടി മാത്രമേ മുക്തിയുള്ളൂ, ശിവനിൽ കൂടി പുനർജന്മമാണുള്ളത്. നന്ദി, നമസ്കാരം.